ലീഡേഴ്സ് മോർണിംഗിൽ ഇന്ന് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ലഹരിക്കെതിരെ ഒത്തിരി ബോധവൽക്കരണ പരിപാടികളും ക്യാമ്പയിനുകളും ഒക്കെ നടക്കുന്നുണ്ടല്ലേ. ആ ക്യാമ്പയിനുകളിലെ ഒരു വ്യത്യസ്തതയാണ് നമ്മൾ ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നലെ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഈ KU ജനീഷ് കുമാർ MLA യും പത്തനംതിട്ട കളക്ടറുമായിട്ടുള്ള ഒരു ടൂർണമെൻറ്റൊക്കെ നമ്മൾ കണ്ടിരുന്നു, ക്രിക്കറ്റ് മത്സരം. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് വിളിച്ചു നോക്കാം. കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം നമ്മുടെ ഹലോ മലയാളത്തിൽ കൊണ്ടുവരാമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം ആണ് ഇന്ന് നമുക്കൊപ്പം നമ്മുടെ മോർണിംഗ് ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിട്ടുള്ളത്. പത്തനംതിട്ടയുടെ പ്രിയപ്പെട്ട കളക്ടർ പ്രേംകൃഷ്ണൻ. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ. കളക്ടർ സ്വാഗതം, ഗുഡ് മോർണിംഗ്, ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, താങ്ക് യു. കളക്ടറെ, ഇപ്പോൾ KU ജനീഷ് കുമാർ MLA വിവാദകാലമാണ്, ഏറ്റുമുട്ടിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ വാശിയേറിയ മത്സരമായിരുന്നു. അപ്പോൾ രണ്ട് ടീമുകളും വളരെ വാശിയേറിയ മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. അപ്പം അവസാനം പക്ഷേ കളക്ടർ ടീം തന്നെ ജയിച്ചു എന്ന് പറഞ്ഞു അവസാനം. ഓക്കെ, ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സംസ്ഥാനം ഒട്ടാകെ ഒത്തിരി ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. നമ്മളെ യുവജന സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ, സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിനുകളൊക്കെ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയും വ്യത്യസ്തനാണ് പത്തനംതിട്ടയുടെ പ്രിയപ്പെട്ട കളക്ടർ. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് അങ്ങ് എത്തിച്ചേർന്നത്? അത് നമ്മൾ ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടീമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സംസ്ഥാന സർക്കാരും ബാക്കി ഒത്തിരി സംഘടനകളും എല്ലാം തന്നെ ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ലഹരിക്കെതിരെ മാരത്തോൺ നടത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ ബാക്കി ഇങ്ങനത്തെ കൂടുതൽ ഇപ്പം ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പല പരിപാടികൾ നടത്തുന്നു, കലാപരിപാടികൾ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങളിങ്ങനെ ആലോചിച്ചത് നമ്മളുടെ ഒരു നാടിനോടും നമ്മളുടെ ഒരു നമ്മൾ പണ്ടെല്ലാം നമ്മൾ കളിച്ചു വളർന്ന നമ്മുടെ സാഹചര്യത്തോടും ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ആശയം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമുക്ക് തോന്നിയത് കാര്യം നമ്മൾ പണ്ട് എല്ലാവരും എനിക്ക് തോന്നുന്നു 80s 90s കിഡ്സ് എല്ലാം തന്നെ ഈ ഒരു പാടത്തും പറമ്പത്തും ഒക്കെ കളിച്ച് വളർന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്തോ ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് നമ്മളുടെ ഇടയിൽ നിന്നും അതങ്ങ് ഇല്ലാണ്ടായി എന്നാണ് നമുക്ക് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അത് വീണ്ടും ഒന്നുകൂടെ റിജുവിനേറ്റ് ചെയ്യുക, അതുപോലെ ആളുകളെ കൂടുതൽ പുറത്തേക്ക് ഇറക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇപ്പോൾ വലിയ ഇൻഫ്രാസ്ട്രക്ചറൊന്നും ആവശ്യമില്ല, ഒരുപാട് ആളുകളെ കൂട്ടേണ്ട ആവശ്യമില്ല. എന്നാൽ ചെറിയ സംവിധാനങ്ങളിലൂടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പാടത്തും പറമ്പത്തും ഒക്കെ കളികൾ വീണ്ടും ഒരിക്കൽ കൂടെ കൊണ്ടുവരാവുന്നൊരു ആശയത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ടാണ് ഈ ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. കറക്റ്റ്. ഇതിലിപ്പോൾ പിള്ളേരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? പിള്ളേരുടെയും അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെയും ഒക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? വലിയ റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. കാര്യം ഇവിടെ പത്തനംതിട്ടയിൽ തന്നെ ഒരുപാട് ആളുകൾ, ഇപ്പം ആ ഒരു പോസ്റ്റിന് താഴെയുള്ള കമൻറ്റ് കണ്ടാൽ തന്നെ അറിയാം, അതുകൂടാതെ തന്നെ ഒരുപാട് ആളുകൾ പേഴ്സണലി വിളിക്കുകയും അല്ലാതെ തന്നെ ഫേസ്ബുക്കിലുമൊക്കെ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾ വീണ്ടും ഗ്രൗണ്ടുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിൽ ഏറ്റവും അതിശയകരമായൊരു കാര്യം, ഇത് പത്തനംതിട്ടയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഞാൻ കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി മറ്റൊരു ജില്ലയിൽ പോയപ്പോൾ അവിടെ വളരെ മുതിർന്ന ഒരാൾ വന്ന് എന്നോട് പറയുകയുണ്ടായി, ഞങ്ങൾ ഒരു 10-20 കൊല്ലം മുന്നേ കളി നിർത്തിവെച്ചതാണ്, ഇപ്പോൾ എല്ലാം ഈ ഒരു മെസ്സേജ് കണ്ട ശേഷം ഞങ്ങൾ എല്ലാവരും വീണ്ടും ഒന്നുകൂടെ ഈ ഒരു ക്രിക്കറ്റിലേക്ക് അല്ലെങ്കിൽ പാടത്തേക്കും പറമ്പത്തേക്കും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റ് ബാക്കി സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ ഒരു സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ വലിയ ഗ്രേറ്റ് റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യെസ്, ഈ കണ്ടം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി റീൽസുകൾ കാണുന്നുണ്ട്. അങ്ങയുടെ ഈ ഫേസ്ബുക്ക് പേജുകളിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും മാത്രമല്ല മറ്റ് അനവധി പേജുകളിൽ നിന്ന് കണ്ടം ക്രിക്കറ്റിൻ്റെ റീൽസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ കാണുമ്പോൾ തീർച്ചയായും പത്തനംതിട്ട കളക്ടറെ കുറിച്ച് പറയേണ്ടി വരും. സ്റ്റീഫൻ നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല മക്കളെന്ന് പറയേണ്ടി വരും. കാരണം ഈ മഴയും വെയിലും ഒന്നും വകവയ്ക്കാൻ അത്ര ഗംഭീരമായിട്ടാണ് അങ്ങയുടെ പെർഫോമൻസ് ഒക്കെ. അപ്പോൾ കുഞ്ഞിലെ തന്നെ ഈ ഒരു സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. കാര്യം ക്രിക്കറ്റ് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ക്രിക്കറ്റ് കാണുന്ന ഒരാളാണ്. പണ്ട് അച്ഛൻ തന്നെ വളരെ ചെറുപ്പത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ നമ്മളിരുന്ന് കാണുന്നത്, അപ്പോൾ ആ ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് മുതലേ ക്രിക്കറ്റ് കാണുന്നതാണ്. ഞാൻ സച്ചിൻ്റെ വലിയൊരു ആരാധകൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് വളരെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുകയും പിന്നെ ഒരു കോളേജ് ടൈമിന് സ്കൂൾ ടൈമിലൊക്കെ കളിച്ചിട്ടുണ്ട്. ഇപ്പം അതും എനിക്കും വലിയൊരു സന്തോഷമാണ്. കാര്യം ഒരുപാട് നാളത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും എനിക്ക് കളിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പോയി കളിച്ചപ്പോൾ വീണ്ടും ആ ഒരു പഴയ ടച്ചിലേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ വലിയൊരു ക്രിക്കറ്റിൻ്റെ ആരാധന ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഐഡിയ എനിക്ക് കൂടുതൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഐഡിയ ആണ്.
യെസ്, ഇപ്പോൾ കണ്ടം ക്രിക്കറ്റിന്റെ വിശേഷമൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ദേ കളക്ടറെ മഴക്കാലം വരാൻ പോവുകയാണ്. മഴക്കാലം എന്ന് പറയുമ്പോൾ ഇപ്പം സ്കൂൾ പിള്ളേരെയൊക്കെ സംബന്ധിച്ച് സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും അന്നും ഇന്നും ഒരു കാർമേഘമൊക്കെ അന്തരീക്ഷത്തിൽ കണ്ടാൽ നേരെ നോക്കുന്നത് കളക്ടറുടെ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ ദേ മഴക്കാലം വരാൻ പോകുന്നു, സ്കൂൾ തുറക്കാനൊക്കെ പോവുകയാണ്. ഈ ചോദിക്കുന്നതിനൊക്കെ കറക്റ്റ് മറുപടി നൽകുന്ന ആൾ കൂടിയാണ് പത്തനംതിട്ട കളക്ടർ. അപ്പോൾ എങ്ങനെയാണ് മഴയുടെ ഒരുക്കങ്ങളൊക്കെ, മഴ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈ മറ്റ് മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയോ? അതെ, ഞങ്ങൾക്ക് ഓൾറെഡി കഴിഞ്ഞ ദിവസം ചീഫ് മിനിസ്റ്റർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും. അത് കൂടാതെ തന്നെ ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട ഇവിടുത്തെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇനി ഒരു മീറ്റിംഗ് അടുത്ത ആഴ്ചയും കൂടെ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നമ്മൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൃത്യമായി ഇപ്പോൾ ഈ പറഞ്ഞ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതും, പിന്നെ അതുമാത്രമല്ല നമുക്ക് കൃത്യമായിട്ട് ഉള്ള നമ്മുടെ ഒരു സിസ്റ്റം വെച്ചിട്ട് കൃത്യമായ ആളുകളിലേക്ക് ഒരു വാർണിംഗ്സ് ആണെങ്കിലും അവർക്ക് നിർദ്ദേശങ്ങൾ ആളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഈ ഞാൻ ഈ നേരത്തെ സ്കൂളുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ പിള്ളേരൊക്കെ ചോദിക്കും. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ പിള്ളേരങ്ങനെ കളക്ടറോട് നേരിട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. പക്ഷേ ഇപ്പം സമൂഹ മാധ്യമം വഴി കളക്ടറോട് നേരിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന കാലമാണ്. സ്കൂളിന് അവധി ഉണ്ടോ എന്ന കാര്യമൊക്കെ. അപ്പോൾ അതിന് മറുപടിയും അങ്ങ് തന്നെ കൊടുക്കാറുണ്ട്. ഈ ഓഫീസിലേക്ക് ഫോൺ വിളിയൊക്കെ വരാറുണ്ടോ പിള്ളേരുടെ ഭാഗത്തുനിന്ന്? തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങൾക്ക് ഇത്രയും ദിവസം നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഈ +1 +2 കുട്ടികളൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ചെറിയ കുട്ടികളാണ് പലപ്പോഴും നമ്മളെ വിളിക്കുന്നത്. അവർക്ക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് തന്നെ അവർ നേരിട്ട് വിളിക്കുക, ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുക, പിന്നെ എന്തെങ്കിലും ഒരു വാർണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവധി പ്രഖ്യാപിക്കണമെന്ന് പറയുക. അങ്ങനെ ഒരുപാട് എന്താണ് പറയുക, കുട്ടികളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ രീതിയിലുള്ള ഒരുപാട് കുറുമ്പുകൾ ഉണ്ടാവാറുണ്ട്. നമ്മളതിനെ ആ ഒരു സ്പിരിറ്റ് തന്നെയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞ കാര്യത്തിൽ. ഓക്കെ, എങ്കിലും കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് നടക്കട്ടെ കളക്ടറെ. കാരണം ഈ നമുക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥരെയാണ് ജനങ്ങളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് അങ്ങും. അപ്പോൾ ഈ ഒരു സ്പിരിറ്റ് അത് ഇനിയും ഉടനീളം അങ്ങയുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. കണ്ടം ക്രിക്കറ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അത് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. ഞങ്ങൾക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. Okay, thank you so much. Thank you. Good day to you. Thank you. Okay.